ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൃത. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജ്യാമിതീയ രൂപങ്ങൾ എന്ന ടോപ്പിക്കിലെ ദ്വിമാന രൂപത്തിൽ വരുന്ന ചതുരങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രികോണങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ ചുറ്റളവ്, വിസ്തീർണം എന്നിവ കണ്ടുപിടിക്കുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ചതുരത്തിൻ്റെ ചുറ്റളവ്, വിസ്തീർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതും അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ LDC LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പിക്കുകളെല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ചതുരം എന്താണെന്നാണ്. ചതുരം അല്ലെങ്കിൽ ദീർഘചതുരം എന്നും പറയും. അതിന് ഇംഗ്ലീഷിൽ റെക്റ്റാങ്കിൾ എന്നാണ് പറയുന്നത്. 4 വശങ്ങളുള്ള ഒരു ചതുർഭുജത്തെയാണ് നമ്മൾ ചതുരം എന്ന് പറയുന്നത്. ആ 4 വശങ്ങളിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വീതം വശങ്ങൾ തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങൾ തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ഒരു വശവും ഈ ഒരു വശവും തുല്യമായിരിക്കും, ഈ ഒരു വശവും ഈ ഒരു വശവും തുല്യമായിരിക്കും. അതുപോലെ വശങ്ങളിൽ വലിയ വശത്തെ നമ്മൾ നീളമെന്നും ചെറിയ വശത്തെ വീതി എന്നും വിളിക്കും. അപ്പോൾ ഈ ഒരു വശവും വീതിയാണ്, ഈ ഒരു വശം നീളമാണ്. ഇനി നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ചതുരത്തിൻ്റെ അല്ലെങ്കിൽ ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള വശങ്ങളുടെ നീളം ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വീതി കൂട്ടണം നീളം കൂട്ടണം വീതി കൂട്ടണം നീളം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നീളം നമുക്ക് A എന്നും വീതി നമുക്ക് B എന്നും എടുത്താൽ ഇതും A ആവും, ഇതും B ആവും. അപ്പോൾ എന്ത് വരും? A കൂട്ടണം B കൂട്ടണം B, അതായത് 2A കൂട്ടണം 2B എന്ന് വരും. അതായത് 2 ഗുണിക്കണം A കൂട്ടണം B, അതായത് 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി. അതായത് ഒരു ചതുരത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നീളവും വീതിയും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ്. നീളവും വീതിയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ്. അതാണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്. ഇനി പറയുന്നത് ചതുരത്തിൻ്റെ വിസ്തീർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ മതി. നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ചതുരത്തിൻ്റെ വിസ്തീർണം കിട്ടും. ഇവിടെയാണെങ്കിൽ നീളം Aയും വീതി Bയും ആയതുകൊണ്ട് വിസ്തീർണം എന്ന് പറയുന്നത് AB ആയിരിക്കും. വിസ്തീർണം AB ആയിരിക്കും. അപ്പോൾ ചതുരം എന്താണെന്ന് മനസ്സിലായി. ചതുരത്തിൻ്റെ ചുറ്റളവ് നീളവും വീതിയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചത്, വിസ്തീർണം നീളവും വീതിയും തമ്മിൽ ഗുണിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ ഈ ചതുരവുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 35 മീറ്ററും വീതി 12 മീറ്ററും ആയാൽ വിസ്തീർണം എന്ത്? അപ്പോൾ നീളം 35 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, വീതി 12 മീറ്റർ തന്നിട്ടുണ്ട്. വിസ്തീർണം നീളം ഗുണിക്കണം വീതിയാണ് വിസ്തീർണം. അപ്പോൾ 35 ഗുണിക്കണം 12, രണ്ടും ഒരേ യൂണിറ്റിലാണ്, അതുകൊണ്ട് യൂണിറ്റ് ചേഞ്ച് ഒന്നും വേണ്ട. 35 ഗുണിക്കണം 12, 35 ഗുണിക്കണം 12 നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുക? 12നെ നമുക്ക് 10 കൂട്ടണം 2 എന്ന് എഴുതാം. അപ്പോൾ 35 10 ആദ്യം കാണും. 35 10 350, പിന്നെ 35 2 70. അപ്പോൾ എത്രയാണ് വരിക? 0 5 7 12 1 3 4 420 മീറ്റർ സ്ക്വയർ ആയിരിക്കും ആ ഒരു കളിസ്ഥലത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അതായത് ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. മീറ്റർ ആണ് തന്നിരിക്കുന്ന നീളത്തിൻ്റെയും വീതിയുടെയും യൂണിറ്റ് എങ്കിൽ, കിലോമീറ്റർ ആണെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ, അങ്ങനെയാണ് വിസ്തീർണം പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്സ് അറിയേണ്ടവർ അതിൻ്റെ ക്ലാസ് കാണുക. മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്സ് എന്ന പേരിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് SSC RRB എന്നുള്ള പേരിലാണ് കൊടുത്തതെങ്കിലും ഏതൊരു എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ അത് കാണാത്തവർ കാണുക. അതിൽ 5ഓളം തരത്തിലുള്ള ടെക്നിക്സ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിൽ ചെയ്യാനുള്ള ടെക്നിക്സ്. അതിൻ്റെ ലിങ്ക് ടാഗിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 40 മീറ്ററും വീതി 22 മീറ്ററും ആയാൽ ചുറ്റളവ് എന്ത്? അപ്പോൾ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നീളവും വീതിയും കൂട്ടി 2 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ ചതുരാകൃതിയിലുള്ള കളിസ്ഥലത്തിൻ്റെ ചുറ്റളവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നീളം 40 മീറ്റർ, വീതി 22 മീറ്റർ ആയാലും 40നെ 22 കൊണ്ട് കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചതായിരിക്കും ചുറ്റളവ്. 40 22 എത്രയാണ്? 62. 62 ഗുണിക്കണം 2, 2 2 4, 6 2 12. അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക? ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ നമ്മൾ ചിത്രം വരക്കാതെ തന്നെ നമുക്ക് ചതുരം എന്ന് പറയുന്നത് അറിയാം. അപ്പോൾ ചതുരത്തിൻ്റെ 2 വശങ്ങൾ 40, 2 വശങ്ങൾ 22, അത് തമ്മിൽ കൂട്ടുക, ആൻസർ ചെയ്യുക. നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 124 മീറ്റർ എന്നാണ് വരിക. മൂന്നാമത്തെ ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 12 മീറ്ററും വീതി 5 മീറ്ററുമാണ്. അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വലിയ കമ്പിയുടെ നീളം എന്ത്? അപ്പോൾ നമ്മൾ പറയാത്ത ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ
നീളം 12 മീറ്ററും വീതി 5 മീറ്ററും ആയാൽ അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കമ്പി. ഇതിനുള്ളിൽ നമ്മൾ കമ്പി വെച്ചാൽ ഇങ്ങനെ വരും കമ്പി, അതുപോലെ ഇങ്ങനെയും വരാം, പിന്നെ എങ്ങനെ വരാം, ഇങ്ങനെയും വരാം. അപ്പോൾ ഏറ്റവും നീളത്തിൽ ഏതാണ് വരിക? ഏറ്റവും നീളത്തിൽ വരുന്നത് ഇതായിരിക്കും, ഇങ്ങനെ, അതായത് കോണോട് കോൺ വരയുന്നത്, ഓപ്പോസിറ്റ് കോൺ തമ്മിൽ വരയുന്നതായിരിക്കും ഏറ്റവും വലിയ നീളമുള്ള കമ്പി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നീളമുള്ള ലൈൻ അതായിരിക്കും. അപ്പോൾ കമ്പി വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നീളമുള്ളത് അതായിരിക്കും. അതായത് നമ്മുടെ ഒരു ചതുരത്തിന്റെ പറയുമ്പോൾ അത് ഡയഗണൽ അല്ലെങ്കിൽ വികരണം എന്ന് പറയും. അതല്ലെങ്കിൽ ഇത് രണ്ടും തുല്യമായിരിക്കും. ഒരു ചതുരത്തിന് രണ്ട് ഡയഗണലും തുല്യമായിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ തമ്മിൽ വരയ്ക്കുന്ന ലൈൻ. അപ്പോൾ അതിന്റെ നീളമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു ചതുരാകൃതിയിലുള്ള കളിസ്ഥലത്തിന്റെ നീളവും വീതിയും തന്നിട്ട് അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം. അതുപോലെ അതേ ഇത് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വികരണം. ആ ദീർഘചതുരത്തിന്റെ വികരണം അല്ലെങ്കിൽ ഡയഗണലാണ്. അതായത് ഇതല്ലെങ്കിൽ ഇങ്ങനെ വരും, രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നീളം എത്രയാണ്? 12 മീറ്റർ, വീതി 5 മീറ്റർ ആണ്. ഡയഗണലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറയാത്ത കാര്യമാണ് ഡയഗണൽ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ ദീർഘചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? ദീർഘചതുരത്തിന്റെ 4 കോണുകളും തുല്യമായിരിക്കും. അത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു ദീർഘചതുരം എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങൾ തുല്യമായിരിക്കും. 4 ആംഗിൾസ് ഉണ്ടാവും, 4 കോണുകൾ ഉണ്ടാവും. 4 കോണുകളും തുല്യമായിരിക്കും. അത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ 2 ഡയഗണൽസ് ഉണ്ട്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ തമ്മിൽ വരയുന്ന ലൈനാണ് ഡയഗണൽ അല്ലെങ്കിൽ വികരണം. അത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ വികരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് കോണളവ് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ അതെന്തായിരിക്കും? മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇത് പാദവും ഇത് ലംബവും ആയാൽ ഇത് കർണം വരും. അപ്പോൾ ഈ കർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ വികരണം അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറയുന്നത്. ഡയഗണൽ നമ്മൾ ഡി എന്ന് എടുക്കും. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുക? നമ്മൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യും. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയറിന്റെ റൂട്ട് കാണും. പാദം സ്ക്വയർ എന്ന് പറയുന്നത് 12 സ്ക്വയർ 144, ലംബം സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ 25. 144ഉം 25ഉം 169, റൂട്ട് 169 13. അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് 13 മീറ്റർ ആയിരിക്കും. അപ്പോൾ അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം 13 മീറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന്റെ നീളം 20 മീറ്ററും വീതി 10 മീറ്ററുമാണ്. അതിന് ചുറ്റുമായി 2.5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? അതായത് ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലം, അതിന്റെ നീളം 20 മീറ്ററും വീതി 10 മീറ്ററുമാണ്. അതിന് ചുറ്റും പുറത്തായി 2.5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ, അപ്പോൾ 2.5 മീറ്റർ വീതിയിൽ എല്ലാ ഭാഗത്തോട്ടും 2.5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ ഏകദേശം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതെല്ലാം 2.5 ആണ്. ഇതെല്ലാം 2.5 ആണ്. അപ്പോൾ അങ്ങനെ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? അപ്പോൾ ഇത് ആദ്യം ഉണ്ടായിരുന്ന ചതുരാകൃതിയിലുള്ള കളിസ്ഥലം, ഇത് 2.5 എല്ലാ ഭാഗത്തും നീട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയ കളിസ്ഥലം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാതയുടെ വിസ്തീർണമാണ്. പാത എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാതയും കൂടി ചേർത്തിട്ട് വരുന്ന വലിയ കളിസ്ഥലം, വലിയ സ്ഥലം, അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. ഉള്ളിലുള്ള ആദ്യത്തെ ചതുരാകൃതിയിലുള്ള കളിസ്ഥലത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇതിന്റെ വലുതിന്റെ വിസ്തീർണത്തിൽ നിന്ന് ചെറുതിന്റെ വിസ്തീർണം കുറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 20, ഇത് 10 ആണ്. അപ്പോൾ ഇത് കൂടുമ്പോൾ എത്ര വരും? ഇവിടെ 2.5 കൂടി, ഇവിടെ 2.5 കൂടി, അപ്പോൾ 5 കൂടി. അപ്പോൾ 20ൽ നിന്ന് എത്രയാവും? 25 ആവും. ഇവിടെയാണെങ്കിൽ ഇവിടെ 2.5, ഇവിടെ 2.5, ഇതാകെ 10 ആണ്. അപ്പോൾ 10ന്റെ കൂടെ 5 കൂടുമ്പോൾ 15. അപ്പോൾ പുറമേയുള്ള വലിയ ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നമുക്ക് ചതുരമായിട്ട് എടുക്കാം. ചതുരാകൃതിയിലുള്ള കളിസ്ഥലം എന്ന് പറയുന്നത് ചതുരത്തിന് ഈക്വൽ. അപ്പോൾ അതിന്റെ വിസ്തീർണം 25 ഗുണിക്കണം 15. ഉള്ളിലുള്ളതിൻ്റെത് 20 ഗുണിക്കണം 10. അപ്പോൾ രണ്ടിന്റെ വിസ്തീർണം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ ഈ പാതയുടെ വിസ്തീർണം നമുക്ക് കിട്ടും. അപ്പോൾ 25 ഗുണിക്കണം 15 എത്രയാണ് വരിക? 25 10 250. 25 5 5 5 25, 2 5 10 2 12, 125. അപ്പോൾ 5 5 2 7 2 1 3. 375 കുറക്കണം 20 10 200. 200 കുറച്ചാൽ എത്ര വരും? 175 വരും. അപ്പോൾ ഈ ഒരു പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 175 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതായത് 175 ചതുരശ്ര മീറ്റർ. അതല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതായത് ഈ ആദ്യം തന്നിരിക്കുന്ന കളിസ്ഥലത്തിന്റെ പുറത്തായി നമ്മൾ ഒരു പാത വരയുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ വീതിയുടെ ഇരട്ടി എടുക്കുക. ആ പാതയുടെ വീതിയുടെ ഇരട്ടിയെ എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ആദ്യം തന്നിരിക്കുന്ന നീളം, അതിന്റെ കൂടെ വീതി കൂട്ടണം,
അതിൻ്റെ കൂടെ ഇതേ പാതയുടെ വീതിയുടെ ഇരട്ടി കൊണ്ട് കൂട്ടണം. പാതയുടെ വീതിയുടെ ഇരട്ടി കൊണ്ട് കൂട്ടണം. എന്നിട്ട് അതിനെ പാതയുടെ വീതിയുടെ ഇരട്ടി കൊണ്ട് തന്നെ ഗുണിക്കണം. അതായത് ആദ്യം തന്നിരിക്കുന്ന നീളവും വീതിയും തമ്മിൽ കൂട്ടണം. അതിൻ്റെ കൂടെ അതിന് ചുറ്റും പുറത്തായി ഒരു പാത നിർമ്മിക്കുന്നുണ്ടല്ലോ, ആ പാതയുടെ വീതി എത്രയാണോ അതിൻ്റെ ഇരട്ടി കൂട്ടണം. എന്നിട്ട് അതിനെ ഈ പാതയുടെ വീതിയുടെ ഇരട്ടി കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ 20 കൂട്ടണം 10 കൂട്ടണം 2.5 ആണ് പാതയുടെ വീതി, അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 5. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, പാതയുടെ വീതിയുടെ ഇരട്ടിയായിട്ടുള്ള 5 കൊണ്ട് ഗുണിക്കണം. 20ഉം 10ഉം 30, 30ഉം 5ഉം 35, 35 ഗുണിക്കണം 5 ആയിരിക്കും നമ്മുടെ പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. 5 5 25, 2 ബാക്കി വരും, 3 5 15, 2 17, 175 മീറ്റർ സ്ക്വയറിന് കിട്ടി. അപ്പോൾ ഒന്നുകിൽ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് ഈ തന്നിരിക്കുന്ന കളിസ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ പുറത്തായിട്ട് വലിയൊരു ചതുരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത നിർമ്മിക്കുകയാണെങ്കിലാണ് അങ്ങനെ വരുന്നത്. ഉള്ളിലോട്ടായിട്ട് ചെറുതായിട്ടാണ് വരയുന്നതെങ്കിൽ ഈ രീതിയിലല്ല വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 175 മീറ്റർ സ്ക്വയർ ആണ്. അഞ്ചാമത്തെ ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന്റെ നീളം 45 മീറ്ററും വീതി 20 മീറ്ററുമാണ്. അതിന് ചുറ്റും അകത്തായി 1.5 മീറ്റർ വീതിയിൽ ഒരു പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം എത്ര? അപ്പോൾ ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന്റെ നീളം 45 മീറ്ററും വീതി 20 മീറ്ററും ആണ്. ഇത് 45 മീറ്റർ 20 മീറ്റർ. അതിന് ചുറ്റും അകത്തായി 1.5 മീറ്റർ വീതിയിൽ, അതായത് 1.5 മീറ്റർ വീതിയിൽ എന്ന് പറയുമ്പം എല്ലാ ഭാഗത്തുനിന്നും 1.5 മീറ്റർ വീതിയിലാണ് വരിക. അപ്പോൾ ഉള്ളിലൊരു ചതുരം രൂപീകരിക്കപ്പെടും. ഇത് 1.5, ഇത് 1.5, ഈ വരയുന്നതെല്ലാം 1.5 ആണ്. പാതയുടെ വിസ്തീർണം, ഈ ഇടയിലുള്ളതിന്റെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പുറമേയുള്ളതിന്റെ വിസ്തീർണവും ഉള്ളിന്റെ വിസ്തീർണവും കണ്ടിട്ട് പുറമേയുള്ളതിൽ നിന്ന് ഉള്ളത്തത് കുറച്ചാൽ മതി, ഉള്ളത്തതിന്റെ വിസ്തീർണം കുറച്ചാൽ മതി. അപ്പോൾ ഉള്ളിൽ രൂപീകരിക്കപ്പെടുന്ന ചതുരത്തിന്റെ നീളവും വീതിയും ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ നീളം 20 ആണ്. അപ്പോൾ എന്തായി, 1.5 മീറ്റർ രണ്ട് ഭാഗത്തുനിന്നും കുറഞ്ഞു. അപ്പോൾ 1.5 ഒരു ഭാഗത്തുനിന്ന് രണ്ട് ഭാഗത്തുനിന്നും കൂടി എത്ര 3 വരും. അപ്പോൾ ഇത് 20 ആകുമ്പോൾ ഇതെത്ര വരും, 3 കുറച്ചാൽ 17. അതുപോലെ ഇത് മൊത്തം 45 ആണ്. 1.5ഉം 1.5ഉം കൂട്ടിയാൽ എത്ര, 3. 45 3 കുറച്ചാൽ 42. അപ്പോൾ പുതിയതായി രൂപീകരിക്കപ്പെടുന്ന ഉള്ളിലുള്ള ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് 42, വീതി എന്ന് പറയുന്നത് 17. അപ്പോൾ 45നെ 20 കൊണ്ട് ഗുണിച്ചതിനെ 42നെ 17 കൊണ്ട് ഗുണിച്ചതുകൊണ്ട് കുറച്ചാൽ നമുക്ക് ഈ പാതയുടെ വിസ്തീർണം കിട്ടും. അതായത് വലിയ ചതുരത്തിന്റെ വിസ്തീർണത്തെ ചെറിയ ചതുരത്തിന്റെ വിസ്തീർണം കൊണ്ട് കുറച്ചാൽ ഇതിന്റെ ഇടയിലെ പാതയുടെ വിസ്തീർണം കിട്ടും. അപ്പോൾ 45 ഗുണിക്കണം 20 കുറക്കണം 42 ഗുണിക്കണം 17 കണ്ടുപിടിച്ചാൽ മതി. 45 ഗുണിക്കണം 20 എത്രയാണ്, 0. 45 2 90, 900 കുറക്കണം 42 ഗുണിക്കണം 17 കാണാം. 42 10 420, 42 7 2 7 14, 4 7 28 1 29, 4 2 11, 1 4 5 2 7, 714 കൊണ്ട് കുറക്കണം. 6 4 10, 1 1 2 8 10, 1 7 8 1 9, 186 എന്ന് വരും. അപ്പോൾ ആ ഒരു പാതയുടെ വിസ്തീർണം 186 മീറ്റർ സ്ക്വയർ ആയിരിക്കും, ഈ ഇടയിലുള്ള പാതയുടെ വിസ്തീർണം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ചതുരത്തിന് അകത്തായിട്ട് തന്നിരിക്കുന്ന ചതുരാകൃതിയിലുള്ള കളിസ്ഥലത്തിന്റെ അകത്തായിട്ടാണ് വരയുന്നതെങ്കിൽ പുറത്തതിന്റെ വിസ്തീർണവും അകത്തതിന്റെ വിസ്തീർണവും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. മറ്റേതാണെങ്കിൽ രണ്ട് വഴി ഉപയോഗിക്കാം. ആറാമത്തെ ചോദ്യം, 10 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ഒരു മുറിയിൽ പതിക്കാൻ 50 സെന്റിമീറ്റർ വലിപ്പമുള്ള എത്ര ടൈലുകൾ വേണ്ടിവരും? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മുറിയുണ്ട്, ആ മുറിയിൽ 10 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള മുറിയാണ്. അതിൽ പതിക്കാൻ ഇത്രയും വലിപ്പമുള്ള എത്ര ടൈലുകൾ വേണ്ടിവരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നീളവും വീതിയും മാത്രം തന്നതുകൊണ്ട് നിലത്ത് ഫ്ലോറിൽ മാത്രം എത്ര ടൈലാണ് വേണ്ടതെന്നുള്ളതാണ് അറിയേണ്ടത്. 10 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 10 ഗുണിക്കണം 5 50 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ പതിക്കാൻ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ സൈസ് തന്നത് 50 സെൻറ്റിമീറ്റർ ഗുണിക്കണം 50 സെൻറ്റിമീറ്റർ എന്നാണ്. ഇങ്ങനെ തന്നാൽ അതിനർത്ഥം എന്താണ്, ഒരു വശം 50 സെൻറ്റിമീറ്റർ മറ്റേ വശവും 50 സെൻറ്റിമീറ്റർ, അതായത് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ടൈലാണ്. ഇത് 50 സെൻറ്റിമീറ്റർ, ഇതും 50 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയാണോ റൂമിൻ്റെ വിസ്തീർണം അതിനെ ടൈലിൻ്റെ വിസ്തീർണം കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ മീറ്ററിലാണ് നീളവും വീതിയും തന്നിരിക്കുന്നത് റൂമിൻ്റെ, ടൈലിൻ്റെതാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ. അപ്പോൾ നമുക്ക് എത്ര ടൈലുകൾ എന്നുള്ള എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടിനെയും ഏതെങ്കിലും ഒരു മീറ്ററിലോട്ട് ആക്കണം. അതായത് ഒന്നുകിൽ ഇതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ ഇതിനെ മീറ്ററിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ ഇതിനെ മീറ്ററിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഒരു 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 1 മീറ്റർ ആണ്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിനെ 100 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുമ്പോൾ 50/100,
അതായത് 1/2. അതായത് 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ ആണ്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 50/100. അതായത് ചുരുക്കിയാൽ 51 50 52 100 1/2 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ചായി? ഇത് സമചതുരമാണ്. 1/2 മീറ്റർ ഇവിടെ, 1/2 മീറ്റർ ഇവിടെ. അപ്പോൾ സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് വശത്തിൻ്റെ സ്ക്വയർ ആണ്. അതായത് 4 വശങ്ങളും തുല്യമായതുകൊണ്ട് വശത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ വിസ്തീർണം. അപ്പോൾ ടൈലുകളുടെ വിസ്തീർണം നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വരും? ഒരു വശം ഹാഫ് മീറ്റർ ആകുമ്പോൾ 1/2 ഗുണിക്കണം 1/2 1/4 മീറ്ററിന് വരും. അപ്പോൾ റൂമിൻ്റെ ആകെ വിസ്തീർണം 50 മീറ്റർ സ്ക്വയർ. അതിലിടുന്ന ടൈലിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 1/4 മീറ്റർ അല്ല മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? റൂമിൻ്റെ വിസ്തീർണമായിട്ടുള്ള 50നെ ടൈലിൻ്റെ വിസ്തീർണമായിട്ടുള്ള 1/4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എണ്ണം കിട്ടും. 50 ഹരിക്കണം 1/4 50 ഗുണിക്കണം 4 അതായത് 200. അപ്പോൾ എത്ര ടൈലുകളാണ് വേണ്ടി വരിക? 200. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുക, അതുപോലെ ടൈലിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. ചതുരത്തിൻ്റെ വിസ്തീർണത്തെ ടൈലിൻ്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എണ്ണം കിട്ടും. യൂണിറ്റ് സെൻറ്റിമീറ്ററിലുള്ള യൂണിറ്റ് വ്യത്യസ്തമായിട്ടാണ് ഉള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് രണ്ടിനെയും മാറ്റുക, എന്നിട്ട് ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഒരു വശം എ ആണെങ്കിൽ A² ആണ്. വശം ഗുണിക്കണം വശമാണ് വരിക. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സമചതുരത്തിൻ്റെ ഇത് പഠിക്കുമ്പം വിശദമായിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെൻസുറേഷൻ എന്ന ടോപ്പിക്കിൽ ചതുരം എന്ന ദ്വിമാന രൂപത്തെക്കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. നീളവും വീതിയും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കണം. വിസ്തീർണം കണ്ടുപിടിക്കാൻ നീളവും വീതിയും തമ്മിൽ ഗുണിക്കണം. പിന്നെ വികരണം കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്യണം? നീളം സ്ക്വയറിനെ വീതിൻ്റെ സ്ക്വയർ കൊണ്ട് കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അതായത് ചെയ്യേണ്ടത് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? 4 വശങ്ങളുള്ള ഒരു ചതുര എതിർദിശയിലുള്ള വശങ്ങൾ തുല്യമായിരിക്കും. വലിയ വശത്തെ നീളമെന്നും ചെറിയ വശത്തെ വീതി എന്നും പറയും. 4 കോണുകൾ ഉണ്ടാവും. 4 കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ 2 വികരണം ഉണ്ടാവും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ തമ്മിൽ വരയ്ക്കുന്ന വികരണങ്ങളാണ്. അതും തുല്യമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയവായി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.